ഇവൻ വരുന്നത് അറിയിച്ചേരെ എൻ്റെ മേക്ക് ചളിയായി. ഇനി ഇവൻ്റെ മേക്ക് ചളിയായി. ഇനി ഈ ചളി എല്ലാവരും കൂടി നിങ്ങളെ മേക്കങ്ങ് വെതറാൻ പോകാന്ന് സഹിച്ചോള. ആ കണ്ട പിള്ള മനസ്സിൽ കള്ളല്ല, അതുകൊണ്ടാന്ന് ആന്ന് പറഞ്ഞത്. ഇത്രയും കാലം വണ്ടിക്ക് പോകാനേ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. ഇനിയിപ്പോൾ നടക്കാൻ പോലും പറ്റാത്ത ഇതിലാക്കും. ഈ റോഡിലൂടെ വണ്ടി കൊണ്ടുവന്ന പെരുമഴക്ക് വരെ ഇന്നലെ ഒരു മരമണ്ടം വണ്ടി എടുത്ത് കൊണ്ടൊരു വലിയ കിണറിൽ താത്ത പോലെ കൊണ്ട് താത്തി കൊടുത്തു. എടാ ഇവൻ ഇത്തിരി വളഞ്ഞിട്ടാ. എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സംഗീതാട്ടം വന്നില്ലേ, അപ്പോൾ എന്താ സ്വാഗതം പറയാൻ വരാത്ത? ഓനല്ലേ ശരിക്കും സ്വാഗതം പറയാൻ വരുത്തി വീഡിയോ തുടങ്ങുമ്പോൾ എന്നെല്ലാം വിചാരിക്കുന്നുണ്ടാവും അല്ലേ? അച്ഛനോട് ഇല്ലേ അമ്മീ? ആ വന്നപാട് അങ്ങനെ വീഡിയോയിൽ ഇൻട്രോ പറഞ്ഞിട്ട് അങ്ങനെ 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 തുടങ്ങണ്ട. വന്നപാട് ഓനൊരു പണി കൊടുത്തിട്ടുണ്ട്. ഇന്നലെ ഓനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ താണുപോയ റോഡ് നന്നാക്കാൻ നമ്മൾ ഓനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് പണിയെടുക്കട്ടെ. ഇന്ന് ഞാൻ പണിയെടുക്കുന്നില്ല, അഞ്ചും പണിയെടുക്കുന്നില്ല അല്ലേ? ഇല്ലല്ലോ. ആ അത് ഞാൻ പണിയെടുക്കുന്ന കാണിച്ചു തരാം. ആ റോഡിൽ അങ്ങനെ കാണിച്ചു തരാം അല്ലേ? അച്ഛനെ കാണിച്ചു കൊടുക്കട്ടെ. പോയിട്ട് പാട്ട് പാടുന്നുണ്ടാ? പാട്ട് പാടുന്നുണ്ട്. നല്ല വേറെ ഏത് സ്കൂളിലെ പാട്ട് പാടി കൊടുക്കുക? എപ്പോൾ സിനിമ പാട്ടാ പാടി കൊടുക്കുക? ആ അടിപൊളി സൂപ്പർ പാട്ട് പാടുന്നത്. സംഗീതമായിട്ട് നാട്ടിലെത്തി പിറ്റേ ദിവസം റോഡ് പണിക്ക് പോയിട്ടുണ്ട് കേട്ടാ. റോഡ് ഓനെ കൂട്ടാൻ പോയതല്ലേ? പണിയെടുക്കട്ടെ. ചെറിയ മഴയേ ഉള്ളൂ. മഴയത്ത് പണിയും കിട്ടി അല്ലേ മീ? എപ്പെങ്കിലും എന്തെങ്കിലും ആയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ അവനെ കാണിച്ചു കൊടുക്കും. നേരം അങ്ങ് കണ്ട കൈക്കോട്ടോണ്ട് കൊത്തുന്നത് ഓരോന്നും പണിയെടുത്തോണ്ട് നിൽക്കുന്ന കേട്ടോ. ഞാൻ വീഡിയോ എടുത്ത് വരുന്നതെന്ന് കണ്ടോണ്ട് മാത്രം കല്ലും എടുത്തിട്ട് ഇപ്പോൾ ഇവിടെ കൊണ്ട് ഇടിഞ്ഞാന്ന്. നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്യാമറയും നോക്കിയിട്ട് നീ നടക്കുന്നതന്നെ നല്ലത്. കൊല്ലങ്ങളായിട്ട് ഈ റോഡിലൂടെ വണ്ടി കൊണ്ടുവന്ന പെരുമഴക്ക് വരെ ഇന്നലെ ഒരു മരമണ്ടം വണ്ടി എടുത്ത് കൊണ്ടൊരു വലിയ കിണറിൽ താത്ത പോലെ കൊണ്ട് താത്തി കൊടുത്തു. അതേടാ അങ്ങനെ പറയണോ? നിനക്ക് മീൻ തിന്നണമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് പറഞ്ഞിട്ട് മീൻ വാങ്ങാൻ പോയ എന്നാ നീ പറയണത്? ഇത്രയും കാലം വണ്ടിക്ക് പോകാനേ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. ഇനിയിപ്പോൾ നടക്കാൻ പോലും പറ്റാത്ത ഇതിലാക്കുമെന്തോ. ഇവിടെ മേൽനോട്ടം വഹിക്കുക സൂപ്പർവൈസർ ആദ്യം ഉണ്ട്. ഇവിടെ ആദ്യം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കട്ടാ. അതേപ്പാ ഇപ്പല്ല ഇനി അങ്ങനെ പറയൂ. ഇപ്പൊ ഇനി വന്നാൽ ഫുള്ള് തള്ളയിരിക്കുമല്ലോ. പിന്നെ അതിലപ്പുറം വേറെ ഒന്നും പറയാനൊന്നുമില്ല. ഞാൻ അതല്ല ഇത് കൊത്തുന്നേനെ വെള്ളം വരുന്ന എടുത്താണ്ട റോഡിൽ നിന്ന്. ആ കിണറ്റിൽ ഈ വെള്ളം മാറിയിട്ട് എന്ത് നല്ലേനു പണ്ടേ. എടാ ആദ്യമായിട്ട് മേത്ത് ചളി എത്തിയ എൻ്റെ അഹങ്കാരല്ലട. ഞാൻ പണിയെടുക്കുക. ഞാൻ പോയിട്ട് ഒരു കണ്ടന്റ് കിട്ടിയിട്ടുണ്ട്. ഷോർട്ട്സ് എടുത്തിട്ട് വരാം. പണിയെല്ലാം കഴിഞ്ഞ് വന്ന് രണ്ടാമത് മഴ പെയ്ത് ഇനിയിപ്പാടെ കണ്ടം മാറി കൊളായിട്ടുണ്ടാവും. ഇപ്പാടാ കളിയെല്ലാം കണ്ടായിരിക്കും വലിയ എന്തോ പണി എടുത്തിട്ട് വന്നതാണ്. രണ്ട് കല്ലെടുത്തിട്ട് ആ റോഡ് മേൽ ഇട്ടേനാണ്. വലിയ പണി ഇന്നലെ കണ്ടിട്ടില്ല. ഇന്നലത്തെ വീടിൻ്റെ അകത്ത് ഒരാൾ എടുത്തത്. അത്രക്കുള്ള പണി നമുക്ക് എടുക്കാൻ അറിയില്ല. ഇന്ന് ഞാൻ അതിലൂട്ട എൻ്റെ വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് മുറ്റത്ത് കൊണ്ടുവന്ന് കാണിച്ചു തരും. എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും എങ്ങനെയാണ് വണ്ടി. സ്ഥിരം എടുക്കുന്നത് തന്നെയാണ് ഇപ്പോൾ കണ്ടത്. ആടെ ഇത്രയും കൊല്ലം പോയിക്കൊണ്ടുന്ന റോഡ്. ബാക്കി എത്ര ആൾക്കാർ ഇതിലൂട്ട് പോകുന്നതാണെന്നറിയാം. ആരെയും വണ്ടി കാണിച്ചിട്ടില്ല. അതിന് എടുക്കേണ്ട ഒരു നേക്കുണ്ട്. ഏലൂട്ടി എടുക്കേണ്ടത് അതറിയണ്ടേ. ഇത് തിരിക്കാനും അറിയാം, ചവിട്ടാനും അറിയാം. വേറെ തേങ്ങ അറിയില്ല. അതന്നെ. എന്നാലും 10 മണി വരെ കടന്നു തുടങ്ങിയിട്ട് ഞാൻ വരുന്ന നല്ല ക്യാമറയും നോക്കിയിട്ട് സാറ് എന്നാൽ പിന്നെ ഒന്ന് ഞാൻ ഇന്നലെയേ പറഞ്ഞതാണ്. അവിടെ നമുക്കൊന്ന് നോർമൽ കല്ലിടണം. ഇവിടെ വന്നു കഴിഞ്ഞാലൊന്ന് വണ്ടി മുറ്റത്തില്ലാണ്ട് നമുക്കൊരു അത്യാവശ്യത്തിന് പെട്ടെന്ന് കൊണ്ടിട്ട് ഇപ്പോൾ അപ്പുറത്തെ വീട്ടിലെ മുറ്റത്താണ് വണ്ടിയുള്ളത്. ഏത് ഇവനെയെല്ലാം കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം. ഇങ്ങോട്ട് വന്നാട്ടെ. ഇന്നലെ ആരാണ് ആ കുഴിയിൽ വണ്ടി താത്തേ? സായാപ്പിന് വണ്ടി ഓടിക്കാൻ അറിയോ ഇല്ലയോ? എന്തിനാ അമ്മി നമ്മൾ വണ്ടി എടുത്തിട്ട് പോയി നിന്നലാ? ആരിക്ക് മീൻ തന്നാൻ വേണ്ടിട്ടാ? നമ്മക്കല്ല ആരിക്കാ?
നമുക്ക് മീൻ മേടിക്കാം. എന്നിട്ട് ആ മീന് തിന്നിനാരെങ്കിലും? ഇല്ലല്ലോ. മീൻ വാങ്ങീനാ? ഇല്ലല്ലോ. എന്തിട്ടാ വാങ്ങാനി? വണ്ടി താണുണ്ട്. പുതിയ കാർ പഴയകാരനെ എടുത്തോണ്ട് കെട്ടി വലിച്ചു നീ കുറച്ച് വേറെ രക്ഷയിലായിട്ട് ആളെല്ലാം ഇറക്കി കെട്ടി വലിച്ചിട്ടാണ് കയറ്റിയ ലാസ്റ്റ്. എന്തെല്ലാം മണിപ്പെട്ടെന്നറിയാം. ഇനി മഴ പോകുന്ന പോലെ മഴ തീരുന്നവരിന് അങ്ങനെ തന്നെ അവിടെ എന്തെങ്കിലും ഇടണം. ഇതുപോലെ ഇതുവരെ ഉണ്ടായില്ല, ഇങ്ങനെ ഒരു ചളി ആയിട്ടുണ്ടായിട്ടില്ല റോഡ്. എത്രയോ കൊല്ലം ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് കണ്ടുള്ള മഴ. അങ്ങനെ മഴ വന്ന് ഇത് അത്രയേ ഉള്ളൂ കേട്ടോ. 100-150 മീറ്ററേ ഉള്ളൂ നമ്മൾ കോൺക്രീറ്റ് റോഡിൽ നിന്ന് ഇവിടത്തേക്ക്. ഇത് വീട്ടിലേക്കായിട്ടുള്ള റോഡാണ്. വീട്ടിലേക്ക് വെച്ചാൽ നമ്മൾ 2 വീടുകളിലേക്ക് ഒരു 3 വീടിലേക്ക് മാത്രമായിട്ടുള്ള റോഡാണ് ഇത്. അപ്പോൾ അത് അങ്ങനെ മണ്ണിട്ട് വലിച്ചുകൊണ്ട് തന്നെ. പക്ഷെ എന്നാലും ഉറച്ച മണ്ണേനു. എന്നാ പറ്റിയെന്നറിയില്ല. പെട്ടെന്ന് മഴ പെയ്ത് ലാസ്റ്റ് ഉറവ കൂട്ടിയപ്പോൾ നടുക്കൊരു സ്ഥലത്ത് ഉറവ വരാൻ തുടങ്ങി. അതാ പറ്റിയത്. ഉറവാന്ന് തന്നെയല്ലേ നിങ്ങളെ നാട്ടിൽ പറയും? ഉറവാന്ന് പറഞ്ഞാൽ സംഭവം നിങ്ങൾക്ക് അറിയാമോ? അത് എല്ലാവരും ഉറവാന്ന് തന്നെ ഇരിക്കില്ല പറയാം. വെള്ളം ഭൂമിൻ്റെ അടിയിൽ നിന്നും പുറത്തേക്ക് വരുന്നതിന് ഉറവാന്ന് തന്നെ. അത് ഉറവ. നിങ്ങളെ നാട്ടിലേക്ക് വേറെ ഒന്നും പറയെങ്കിലൊന്നും പറയണേ. അപ്പോൾ അതാണ്. എന്നാലും വന്നു കഴിഞ്ഞാൽ 10 പൈസേൻ്റെ പണിയെടുക്കാത്ത ഞാനാണ്. ഇത് പിന്നെ വേറെ രക്ഷയില്ല. എനിക്ക് ആവശ്യമായി പോയി. എനിക്ക് വണ്ടി ഇങ്ങോട്ടേക്ക് കയറ്റാൻ പറ്റിയിട്ട് ഭയങ്കര സങ്കടം. അത് ഒറ്റ കാരണം കൊണ്ട് മാത്രമേ ഞാനിന്ന് പോയിട്ട് കൈക്കോട്ട് കൊടുത്തിറങ്ങി. ഇത് വേറെ ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ ഇതെന്താണ് വലിയ സംഭവം, ഇത് കാണിക്കുന്നത് അങ്ങനെ ഇങ്ങനെ അല്ലേ? സ്വാഭാവികമായിട്ടും വിചാരിക്കില്ലേ? അങ്ങനെ വിചാരിക്കുന്നത് എന്താണെന്ന് പറയാം. ഇത് നിങ്ങൾക്കുള്ളൊരു ഞാൻ പറഞ്ഞു തരുന്ന ഒരു പ്രചോദനമാണ്. അതായത് നമ്മൾ എന്ത് സാഹചര്യത്തിൽ നമ്മൾ പണിയെടുക്കണം, എടുക്കരുത് എന്നുള്ളതിന് ഇവൻ്റെ ഒരു ഉദാഹരണം. അതല്ല ഞാൻ പറയാൻ വന്നത്. മഴയെല്ലാം. അപ്പം നിങ്ങളെ വീട്ടിൻ്റെ മുമ്പിലുള്ള റോഡുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. അങ്ങനെയുണ്ട്, അങ്ങനെ ഒരു കാരണമാക്കാം നമുക്ക്. അതുകൊണ്ട് ചളിയുള്ള റോഡാണെങ്കിലും ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക. പിന്നെ പ്രത്യേകിച്ചിട്ട് ഇവനെ പോലത്തെ ആരെങ്കിലും നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ദയവേദി മഴക്കാലത്ത് വണ്ടി കൊടുക്കാണ്ട് വെക്കുക. കാരണം ഇങ്ങനെയുള്ള റോഡുകളിൽ നിന്ന് മോനെ ഇപ്പുറം ഇരിക്കുന്നതിട്ട് മാറ്റി ഇരുത്തിയിട്ട് നിങ്ങൾ അതിന് ശേഷം ഒന്ന് അപ്പുറത്തെ റോഡ് മുറിച്ച് കടന്നതിന് ശേഷം ഒന്ന് ഡ്രൈവ് കൊടുക്കുക. ഇല്ലെങ്കിൽ ഇതായിരിക്കും അവസ്ഥ. ഇത് പിന്നെ വെറുതെ ഞാനായിരുന്നു എടുത്തുകൊണ്ട് നോക്കുമ്പോൾ ഇവനവിടെ വന്നുകൊണ്ട് പിന്നെ ഏതായാലും കണ്ടിന്യൂസ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ വേറെ നാടാ എനിക്ക് നമുക്ക് മുടിയെല്ലാം മുറിക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് ശേഷം അൻവിൻ്റെ മുടിയെല്ലാം മുറിക്കാൻ പോകാനുണ്ട്. കുറെ പണിയുണ്ട് അല്ലേ മീ? തകർക്കണ്ടേ നമുക്ക്? നമുക്ക് ഭയങ്കര ക്ഷീണം. അപ്പോൾ എന്നാ പിന്നെ കുളിയെല്ലാം കഴിയട്ടെ. എന്നാ പിന്നെ വേറെ ഒന്നും ഈ വീഡിയോയിൽ വേറെ എന്തെങ്കിലും ഇനി കാണിക്കാനോ പറയാനോ ഒന്നുമില്ല. എടാ കള്ള ഇങ്ങോട്ട് വേടാ, മറങ്ങി നിൽക്കല്ലടാ. ഇന്ന് ഈടാ വന്നിട്ട് കളിക്ക്. ഈടാ വന്നിട്ട് ഈടാ ബാക്കിൽ വന്നിട്ട് അച്ഛൻ്റെ ബാക്കിൽ വന്നിട്ട് ഡാൻസ് കളിയടാ. ഏതായാലും ഇവനവിടെ വന്ന് എടുത്തോണ്ട് പിന്നെ ഏതായാലും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ലീവ് വന്നതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല. എല്ലാം ഈ കൂട്ടത്തിൽ തന്നെ പറഞ്ഞേക്കാം. മെയിനായിട്ട് ഡെലിവറി കണക്കായിട്ട് വന്നതാണ്. അപ്പോൾ ഏകദേശം ഡേറ്റ് എടുത്ത് വന്നിട്ടുണ്ട്. ഒരു ആഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് കണക്കായിട്ടാണ് ലീവ് വന്നിന്. ലീവ് വന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ച് ദിവസം ഉണ്ടാവും ഈ നാട്ടിൽ. എന്തായാലും വെറുപ്പിക്കലായിട്ട് ഉണ്ടാവും ഇവിടെ തന്നെ. ഇനി അങ്ങോട്ട് നമുക്ക് ചളി അടിച്ചിട്ട് കുറച്ച് വ്ളോഗലായിട്ട് പോവാം. ചളി ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു മാസത്തേക്ക് ചളി ചളി ഇവൻ വരുന്നത് അറിയിച്ചേരെ എൻ്റെ മേക്ക് ചളിയായി. ഇനി ഇവൻ്റെ മേക്ക് ചളിയായി. ഇനി ഈ ചളി എല്ലാവരും കൂടി നിങ്ങളെ മേക്കങ്ങ് വെതറാൻ പോകാം. സഹിച്ചോളുക. ഇവനെന്നാടാ കളിക്കുന്നത്? നിന്നെയുണ്ടല്ലോ ഞാൻ എടുത്തിട്ട് ഇതാ ഇങ്ങോട്ട് വേണം, ബാക്കിലോട്ട് വേണം. എന്നാൽ പിന്നെ നോക്കാം, ഞാൻ പോയി കുളിക്കട്ടെ. എല്ലാവരോടും ബൈ ബൈ. നമുക്ക് വൃത്തിക്ക് കാണാം. ഈ കോലത്തിൽ തന്നെ വന്നേരം നിങ്ങളെ കാണിക്കേണ്ടി വന്നതിൽ എനിക്ക് അതിയായ വിഷമമുണ്ട്. എന്നാലും സാറില്ല, ഇത് നിങ്ങൾ കാണണം. എന്നാലും നിങ്ങൾക്ക് ഇവനെ മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇട്ടത്. അപ്പോൾ പോയി കുളിക്ക്. അപ്പോൾ വന്നതിന് ശേഷം നല്ല നല്ല വീഡിയോ എല്ലാം ഇട്ടിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചതാണ്. ചളി വീഡിയോ തന്നെ ആദ്യം തുടങ്ങേണ്ടി വന്ന്. അപ്പോൾ ഓന് പറ്റിയ വീഡിയോ തന്നെ അത് തുടക്കത്തിൽ തന്നെ ഇട്ടത് അല്ലേ മീ? അപ്പോൾ ഓൻ കുളിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ പറയാനില്ലല്ലോ, ഇപ്പം തന്നെ അങ്ങ് പറയാമെന്ന് ചോദിച്ച്. അതുകൊണ്ടാണ് ഞാൻ രാവിലെ എണീച്ചിട്ട് അപ്പുറത്തെ വീട്ടിലാണ് ഞാൻ കിടന്നത്. അപ്പോൾ അവിടെ നിന്ന് എണീച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വരുമ്പം തന്നെ ഇവിടെ ആളെ കാണില്ല. നോക്കുമ്പോൾ റോഡ് പോയിട്ട് പണിയെടുക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ അവിടെ പോയാൽ ഓൻ തന്നെയാണ് പറഞ്ഞത്, അവിടെ ഞാൻ പണിയെടുക്കുന്നുണ്ട്, ആ വീഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അല്ലാണ്ട് എനിക്ക് പണിയെടുക്കാൻ മടിയായിട്ട് ഞാൻ എടുത്ത വീഡിയോ ഒന്നല്ല അല്ലേ മീ? അങ്ങനെയല്ലേ? കണ്ടാ പിള്ള മനസ്സിൽ കള്ളല്ല, അതുകൊണ്ടാന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വേറൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ ഇനി ചളിയില്ലാത്ത വീഡിയോ നമുക്ക് ഇനി മുതൽ കാണാമെന്ന് പ്രതീക്ഷിക്കണ്ട. ഇവനുള്ളതുകൊണ്ട് എല്ലാവരും ചളി തന്നെ ആയിരിക്കും. അപ്പോൾ പിന്നെ നമുക്കിനി അടുത്ത വേറൊരു നല്ലൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ കാണുന്നവരെ അമ്മി, അടുത്ത വീഡിയോ കാണുന്നവരെ ഒച്ചത്തിൽ നമുക്കിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ പറ. ടാറ്റാ.